നമുക്ക് വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി പോകാം. അതായത് നമ്മളിപ്പോൾ നിവിൻ പോളിയുടെ ഭാഗമാണ് പറഞ്ഞത്. ഇനി നിവിൻ പോളിക്കെതിരെ ആരോപണം ഉന്നയിച്ച യുവതിക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കണം. ഞങ്ങളുടെ പ്രതിനിധി ജോസലുമായിട്ട് ആ യുവതി സംസാരിക്കുകയുണ്ടായി. നമുക്ക് യുവതിയുടെ വാക്കുകൾ വരുന്ന വഴിക്ക് കേൾക്കാം. ആദ്യം ജോസലിനോടൊന്ന് സംസാരിക്കാം. എന്താണ് പറഞ്ഞതെന്ന്. നേരിമംഗലത്ത് പോയിട്ടാണ് ജോസൽ അവരോട് സംസാരിച്ചത്. ജോസൽ, ഗുഡ് മോർണിംഗ്. മനു, ഗുഡ് മോർണിംഗ്. സിനിമാ മേഖലയിലെ ചലനങ്ങൾ തന്നെയാണല്ലോ ഇപ്പോൾ പ്രധാന വാർത്ത. ഇടുക്കിയിലും അത് തന്നെ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോൾ ഈ പരാതി നൽകിയ സ്ത്രീയോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത് എന്താണ്? അവരുടെ ഭാഗത്ത് നിന്ന് അവർ വ്യക്തമാക്കുന്നത് എങ്ങനെയാണ് ഈ വിഷയത്തെ? മനു, ഇത് ഇടുക്കിയുടെ ഭാഗമല്ല, ഇടുക്കി ജില്ലയുടെ ഭാഗമല്ല. ഇത് എറണാകുളം ജില്ലയുടെ ഭാഗമാണ്. ഊന്നുകൽ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് എറണാകുളം ജില്ലയുടെ ഭാഗമാണ്. ഞാനിവിടെ എത്തി, ഈ വീടിൻ്റെ ഈ യുവതി താമസിക്കുന്ന വീട്ടിലെത്തി യുവതിയോട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ജോലി വാഗ്ദാനം ചെയ്താണ് ഈ ശ്രേയ എന്ന് പറയുന്ന ഒന്നാം പ്രതി ഈ പെൺകുട്ടിയെ പരിചയപ്പെടുന്നത്. അതിനുശേഷം ഈ ജോലി വാഗ്ദാനം ചെയ്താണ് ദുബായിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഈ ദുബായിൽ വെച്ചാണ് ഈ നിർമ്മാതാവ് രണ്ടാം പ്രതിയുമായ AK സുനിൽ, അതുപോലെ തന്നെ മൂന്നാം പ്രതി ബിനു, നാലാം പ്രതി ബഷീർ, അഞ്ചാം പ്രതി കുട്ടൻ, ആറാം പ്രതിയായിട്ടുള്ള ഈ സിനിമാ നടൻ നിവിൻ പോളി അടക്കമുള്ള ആളുകൾ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചത് എന്നാണ് പറയുന്നത്. ക്രൂരമായ പീഡനത്തിന് വിധേയമാക്കി എന്ന് ഈ പെൺകുട്ടി ആരോപിക്കുന്നു. അതിനെ തുടർന്ന് അപ്പോൾ നമ്മൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഇപ്പോൾ ഈ 4 മാസം മുമ്പ് ഈ പെൺകുട്ടി തന്നെ ഈ പോലീസിൽ പരാതി കൊടുത്തിരുന്നു. ആ പരാതിയിൽ മർദ്ദിച്ചു എന്നുള്ള രീതിയിലാണ് പരാതി കൊടുത്തത്. അതിനെക്കുറിച്ച് മറുപടി പറയുന്നത്, അന്ന് ആദ്യമായിട്ട് കേസ് കൊടുക്കുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെയാണ് എനിക്ക് ശാരീരികമായി ഉപദ്രവിച്ചു എന്ന് മാത്രമാണ് പരാതിയിൽ പറഞ്ഞിരുന്നത് എന്നാണ് ഇപ്പോൾ വിശദീകരണം പറയുന്നത്. പക്ഷേ നമ്മൾ ഇവിടുത്തെ നിലവിലെ ഊന്നുകൽ SHOയോട് സംസാരിക്കുമ്പോൾ ആ പരാതിയിൽ കഴമ്പില്ല എന്നുള്ളത് തോന്നിയത് കൊണ്ടാണ്, ആശുപത്രി രേഖകളൊന്നും സമർപ്പിക്കാൻ സാധിക്കാത്തത് കൊണ്ടും പരാതിയിൽ കഴമ്പില്ല എന്ന് കണ്ടതുകൊണ്ടും ഈ കേസ് തുടരന്വേഷണമില്ലാതെ ഉപേക്ഷിച്ചു എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ SHO അടക്കം സംസാരിക്കുന്നത്. ഇപ്പോൾ ഒരു ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട്. ഈ പെൺകുട്ടി നേരത്തെ കൊടുത്ത പരാതിയിൽ കഴമ്പില്ല എന്ന രീതിയിലാണ് ഇവിടെ ഈ ഊന്നുകൽ പോലീസ് ഈ കേസ് തള്ളിക്കളയുകയായിരുന്നു. അതുമാത്രമല്ല, നമ്മൾ ഈ പെൺകുട്ടിയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഈ പെൺകുട്ടിക്ക് നേരത്തെ കേസുകൾ ഉണ്ടായിരുന്നോ എന്നുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരു പ്രചരണം നടക്കുന്നുണ്ട്. ഈ പെൺകുട്ടി നേരത്തെ തന്നെ ഈ ഹണി ട്രാപ്പ് കേസുകളിൽ പ്രതിയായി ഈ പെൺകുട്ടിയും അതുപോലെ തന്നെ പെൺകുട്ടിയുടെ ഭർത്താവും ഹണി ട്രാപ്പ് കേസുകളിൽ പ്രതിയാണ് എന്നുള്ളൊരു പ്രചരണം നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് പറയുന്നത്, അത് ഇവരുടെ അത്തരത്തിലൊരു കേസ് ജോസലിനോട് ആ പെൺകുട്ടി സംസാരിച്ചിരുന്നു. ജോസൽ അത് കേൾക്കുകയും ചെയ്തു. നമുക്ക് ആ പെൺകുട്ടി എന്താ പറഞ്ഞതെന്നുള്ളത് പ്രേക്ഷകരെ കൂടി ഒന്ന് അറിയിക്കാം. നമുക്ക് ആ വാക്കുകളൊന്ന് കേൾക്കാം. അതിനുശേഷം ഞാൻ ജോസലിലേക്ക് തിരികെ വരാം. ഈ നിവിൻ പോളിക്കെതിരെ പരാതി നൽകിയ നേരിമംഗലത്തെ ആ പെൺകുട്ടി ഞങ്ങളോട് സംസാരിക്കുകയുണ്ടായി. നമുക്ക് ആ വാക്കുകളൊന്ന് കേൾക്കാം. അതിനുശേഷം തിരികെ വരാം. ഞാനൊരു പെൺകുട്ടിയെ പരിചയപ്പെട്ടു. ശ്രേയ എന്നാണ് പുള്ളിക്കാരിയുടെ പേര്. എനിക്ക് പുറത്തോട്ട് പോകാനായിട്ട്, യൂറോപ്പിലോട്ട് പോകാനായിട്ട് ഏജൻസിയിൽ നമുക്ക് കണക്ട് ചെയ്ത് തരാമെന്നും പറഞ്ഞ് ഞാനൊരു 3 ലക്ഷം രൂപ ഈ ശ്രേയ എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് കൊടുത്തിരുന്നു. ഇവർ അത് കഴിഞ്ഞിട്ട് കുറച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ആ പൈസേനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇവർ പിന്നെ ഒന്നും മിണ്ടിയില്ല, റെഡിയാകുമെന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് എന്നോട് പ്രൊഡ്യൂസർ AK സുനിലിനെ പരിചയപ്പെടുത്തി തരാം, സിനിമയിൽ ഒരു ചാൻസ് വാങ്ങിത്തരാം, നമുക്ക് നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഇവരെന്നെ ആ AK സുനിൽ എന്ന് പറയുന്ന വ്യക്തിനെ പരിചയപ്പെടുത്തുകയും ഫ്ലോറ ക്രീക്ക് എന്ന് പറയുന്ന ഹോട്ടലിൽ ദുബായിലുള്ള അവിടെ പോയി ഞാനൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. അന്ന് എനിക്ക് ശാരീരികമായി ഉപദ്രവമുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ ചെറിയൊരു ഇഷ്യൂസ് ഉണ്ടായപ്പോൾ AK സുനിലിൻ്റെ ഗുണ്ടകൾ എന്ന പേരിലാണ് നിവിൻ പോളി, ബിനു, കുട്ടൻ, ബഷീർ എന്നിവരെ ഞാൻ പരിചയപ്പെട്ടത്. ഈ നിവിൻ പോളി എന്നെ അറിയില്ല എന്ന് പറയുന്നതും എൻ്റെ തെളിവുകളൊന്നുമില്ല എന്ന് പറയുന്നതും, എൻ്റെ ഇരിക്കുന്ന തെളിവുകളെല്ലാം നിവിൻ പോളിയും സംഘവും പിടിച്ചെടുക്കുകയും എൻ്റെ യാതൊരുവിധ തെളിവുകൾ, അതായത് അവർ ചാറ്റ് ചെയ്തതും വിളിച്ചതും ഫോട്ടോസും ഒന്നും എൻ്റെ ഇല്ലാത്തത് കൊണ്ടാണ് പുള്ളി ഇത്ര ശക്തമായിട്ട് പ്രതികരിക്കുന്നത്. എൻ്റെ തെളിവുകളൊന്നുമില്ല എന്ന് പറയുന്നത്. പിന്നെ പീഡനക്കേസിൽ ആരെങ്കിലും ഞാൻ പീഡിപ്പിച്ചു എന്നും പറഞ്ഞ് ഇന്നേ വരെ ലോകത്ത് വന്നിട്ടില്ല. അപ്പോൾ പുള്ളി അറിയില്ല എന്ന് പറഞ്ഞ് മാധ്യമങ്ങളുടെ മുമ്പിൽ പോകുന്നതാണ്. നമ്മൾ ഇത് മുമ്പോട്ട് ഏതുവരെ വരെ പോകാനും ഇതിൻ്റെ അന്വേഷണത്തിൽ തെളിവുകൾ കണ്ടുപിടിക്കാനും നമ്മൾ മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. നേരത്തെ ഈ 1 മാസം മുമ്പ് ഈ സംഘത്തിനെതിരെ തന്നെ താങ്കൾ പരാതി കൊടുത്തു എന്നാണ് പറയുന്നത്. എന്താണ് ആ കേസിന്?
ഞാനത് ജൂണിൽ കംപ്ലയിൻറ്റ് കൊടുത്തായിരുന്നു. ഹർഷിത മേഡത്തിന് മെയിൽ അയക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ലോക്കൽ സ്റ്റേഷനിലേക്ക് ഇത് ഫോർവേഡ് ചെയ്യുകയും അവർ അന്വേഷിക്കുകയുണ്ടാവുകയും ചെയ്തു. അന്ന് ഞാൻ ശാരീരിക ഉപദ്രവം എന്ന് മാത്രമേ ഞാൻ ആ കംപ്ലയിൻറ്റിൽ എഴുതിയിട്ടുള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു കംപ്ലയിൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അതിനകത്ത് പീഡനത്തിനെക്കുറിച്ച് എഴുതിയില്ല. പക്ഷേ ഞാൻ സ്റ്റേഷനിൽ പോയി സർക്കിളിൽ നിന്ന് മൊഴി കൊടുക്കുകയുണ്ടായി. എനിക്കവിടെ പീഡനം അനുഭവപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ട്. പക്ഷേ അവരും തെളിവുകളൊന്നുമില്ല. ദുബായിൽ നടന്ന സംഭവം ആയതുകൊണ്ട് അവിടെയാണ് കേസ് കൊടുക്കേണ്ടത്, കേരളത്തിലല്ല എന്നും പറഞ്ഞ് അവരത് ഉഴപ്പി വിട്ടു. താങ്കൾക്കെതിരെ എന്തെങ്കിലും കേസ് നിലനിൽക്കണം? അതായത് എനിക്ക് കേസുകളൊന്നുമില്ല. ഞാൻ ഇതുവരെ എൻ്റെ പേരിൽ ഒരു കേസും വന്നിട്ടില്ല. പിന്നെ ഇവർ സോഷ്യൽ മീഡിയ വഴി ഞങ്ങളെ പ്രചരിപ്പിച്ചായിരുന്നു. ഞങ്ങൾ ഹണി ട്രാപ്പ് ദമ്പതികളാണെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഈ കേസ് കൊടുത്തതിന് ശേഷം പ്രചരിപ്പിച്ചായിരുന്നു. അതും ഞാൻ ലോക്കൽ സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്തപ്പോൾ അവർക്ക് അതിനും തെളിവുകളില്ല കണ്ടുപിടിക്കാനായിട്ട്. തെളിവുണ്ടെങ്കിൽ കൊണ്ടുത്താ അന്വേഷിക്കാമെന്നും പറഞ്ഞാണ് നമ്മളെ പറഞ്ഞു വിട്ടത്. ഈ കേസ് എത്രത്തരം വരെ മുമ്പോട്ട് പോകാനാണ് താങ്കൾ തീരുമാനം? ഇതിൻ്റെ തെളിവ് എങ്ങനെയാണ് ഇത് മുമ്പോട്ട് എവിടം വരെ പോകാമോ, ഏതറ്റം വരെയും നമുക്ക് നീതി ലഭിക്കുന്നിടം വരെ പോകാമോ അവിടം വരെ പോകാനായിട്ട് മുമ്പോട്ട് തന്നെ നമ്മൾ ഉയർച്ചു നിൽക്കുന്നു. അതാണ് പരാതിക്കാരിയായ പെൺകുട്ടിയുടെ സ്റ്റാൻഡ്. അവർ പറഞ്ഞ നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. അവർ പറയുന്നുണ്ട്, ഈ ആദ്യം നൽകിയ പരാതിയിൽ ഞാൻ പീഡന ആരോപണം വച്ചിരുന്നില്ല. കാരണം എനിക്ക് അത്തരത്തിൽ ഞാൻ ആദ്യമായിട്ടൊരു കംപ്ലയിൻറ്റ് നൽകുന്നത്, എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തതയില്ലാത്തതിനാൽ എനിക്ക് മർദ്ദനമേറ്റു എന്ന് വച്ചിരുന്നു എന്നാണ് അവർ അതിൽ ന്യായീകരിക്കുന്നത്. പോലീസ് അത് അന്വേഷിച്ചു. അതിൽ കഴമ്പില്ല എന്ന് കണ്ടെത്തി, തെളിവുകളില്ല എന്ന് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ മുന്നോട്ട് പോയില്ല എന്ന് തന്നെയാണ് അവർ പറഞ്ഞു വെക്കുന്നത്. നോക്കാം, ജോസിൽ ഒരിക്കൽ കൂടിയുണ്ട്. ജോസിൽ, ആ പെൺകുട്ടിയുടെ ഭാഗവും നമ്മൾ കേട്ടു. ഇപ്പോൾ രണ്ട് ഭാഗവും വ്യക്തമായിരിക്കുകയാണ്. നിവിൻ പറയുന്ന കാര്യവും വ്യക്തമായിട്ടുണ്ട്, പെൺകുട്ടി പറയുന്ന കാര്യവും വ്യക്തമായിട്ടുണ്ട്. രണ്ടുപേരും അവരുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയും അവരുടെ നിരപരാധിത്വം തെളിയിക്കാൻ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അപ്പോൾ ജോസിൽ നിർത്തിയെടുത്ത് തുടരാം. അതെ, രണ്ടുപേരും പറഞ്ഞു നിർത്തുന്നത് ഇങ്ങനെയാണ്. ഈ കേസിൻ്റെ തെളിയിക്കുന്നതിനു വേണ്ടി ഏതറ്റവും വരെയും പോകുമെന്നാണ് നിവിൻ പോളിയും പറയുന്നത്, അതുപോലെ തന്നെ ഈ പെൺകുട്ടിയും പറയുന്നത്. ഏതായാലും സത്യം എന്നുള്ളത് കണ്ടെത്തേണ്ടത് പോലീസാണ്. പോലീസ് കൃത്യമായി അന്വേഷിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. ഇന്ന് ഊന്നുകൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ പെൺകുട്ടി താമസിക്കുന്ന സ്ഥലം എന്ന നിലയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പക്ഷേ SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനാണ് ഈ കേസ് അന്വേഷിക്കാനുള്ള ചുമതല. അപ്പോൾ കൃത്യമായി മുതിർന്ന ഉദ്യോഗസ്ഥർ തന്നെ, സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ തന്നെയാണ് ഈ കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടി സർക്കാർ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ അന്വേഷണം ഈ കാര്യത്തിൽ നടക്കും എന്ന് തന്നെയാണ് കരുതേണ്ടത്. ഏതായാലും ഈ പെൺകുട്ടി പറയുന്നത് ഈ ഒരു ജോലിക്ക് വേണ്ടിയാണ് ഈ ശ്രേയ എന്ന് പറയുന്ന സ്ത്രീയെ പരിചയപ്പെടുത്തുന്നത്. അവരാണ് ഈ AK സുനിൽ സിനിമയിൽ അവസരം വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ AK സുനിലിനെ പരിചയപ്പെടുത്തുന്നത്. അത് ഈ AK സുനിലിൻ്റെ ഗുണ്ടകളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ നിവിൻ പോളി അടക്കമുള്ള ആളുകൾ വന്നതും തന്നെ പീഡിപ്പിച്ചതും എന്നാണ് ഇപ്പോൾ ഈ പെൺകുട്ടി പറയുന്നത്. അതുപോലെ തന്നെ ഈ പെൺകുട്ടിക്കെതിരെ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വരുന്ന ആരോപണങ്ങളിലും ഈ പെൺകുട്ടി കൃത്യമായി മറുപടി പറയുന്നുണ്ട്. അവർ പറയുന്നത് ഈ ഹണി ട്രാപ്പ് എന്ന് പറയുന്ന രീതിയിലുള്ള കേസ് അതും തീർച്ചയായിട്ടും അതും ഇവർ പോലീസിൽ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അപ്പോൾ അതിലും തെളിവില്ല എന്നാണ് പോലീസ് പറഞ്ഞത് എന്നുള്ള രീതിയിലാണ് ഇവർ പറയുന്നത്. ഏതായാലും ഏതറ്റം വരെ പോകും എന്നുള്ള രീതിയിൽ തന്നെയാണ് നിവിൻ പോളിയും ഇപ്പോൾ ഈ പെൺകുട്ടിയും നമ്മളോട് സംസാരിച്ചിരിക്കുന്നത്. മനു, ശരി ജോസിൽ, ഏതായാലും അതിൻ്റെ ഒരു സത്യാവസ്ഥ പുറത്തു വരട്ടെ. കാരണം നമ്മൾ തന്നെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഇതിപ്പോൾ ആർക്കെതിരെയൊക്കെയാണ് പരാതി പറയുന്നത്, എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഒന്നും മനസ്സിലാകാത്ത സാഹചര്യമാണ്. കാരണം എല്ലായിടത്തു നിന്നും പരാതികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഇൻഡസ്ട്രി മുഴുവൻ സംശയ നിഴലിൽ നിൽക്കുന്ന സാഹചര്യം. ഇതിലെ വസ്തുതകൾ എത്രയും വേഗം പുറത്തു വരണം.